ഹലോ, അപ്പോൾ ഇത് റിലേഷൻ ഓഫ് ഫങ്ഷൻസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അത് ഒറ്റ പാർട്ടാക്കി ചെയ്യുമ്പോൾ വലിയ ലെങ്ത് ആയതുകൊണ്ട് ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ഫസ്റ്റ് പാർട്ട് റിലേഷൻസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് കണ്ടിട്ട് ഇത് സെക്കൻഡ് പാർട്ടാണ് ഫങ്ഷൻസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ റിലേഷനിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഫങ്ഷൻസിലും വിവിധ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ റിലേഷനിൽ കണ്ടു റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്നുള്ള വിഭാഗങ്ങൾ കണ്ടു. അതേപോലെ തന്നെ ഫങ്ഷൻസിലുണ്ട്. ഫങ്ഷൻസിലുള്ള ക്ലാസിഫിക്കേഷനാണ് 1-1, many-1, on-to, into. ഇതിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് 1-1 ഫംഗ്ഷൻ. 1-1 ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സിംപ്ലി ഓർ എക്സ് എന്നുള്ള നമ്മുടെ ഡൊമെയിൻ സെറ്റിലെ എല്ലാ എക്സിനും റേഞ്ച് സെറ്റിൽ, അതായത് ഇമേജ് സെറ്റിൽ വിവിധ ഐ മീൻ ഡിഫറെൻറ്റ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് ഇമേജസ് ഉണ്ടാവും. അതായത് വ്യത്യസ്ത ഇമേജുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ആരോ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് സുഖമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിധമായിട്ടോ ആരോ ഡയഗ്രാം. അപ്പോൾ ആരോ ഡയഗ്രാം വെച്ച് നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കണ്ടോളൂ, ഇവിടെ ഉള്ള ഈ 1 എന്നുള്ള x1 എന്നുള്ള എലമെൻറ്റിൽ, എക്സിലൊരു എലമെൻറ്റിന് ഇവിടെ 4 എന്നുള്ള ഇമേജ് ഉണ്ട്. ഇവിടെ 2-ന് 5 ഉണ്ട്, 3-ന് 7 ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇമേജ് ഡിഫറെൻ്റ് ആണ്. അതാണ് 1-1 ഫംഗ്ഷൻ. അതായത് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1. ജസ്റ്റ് സിംപ്ലി 1-1. അത് many-1 പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സോ 1 എലമെൻറ്റ്, 1 ഡൊമെയിൻ ആൻഡ് 1 ഇമേജ് ഇൻ റേഞ്ച്. അപ്പോൾ അത് മാത്തമെറ്റിക്കലി എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയും പറയാം. ഫോർ എവരി x1, x2 ബിലോങ്സ് ടു എക്സ്, അതായത് x1 x2 ബിലോങ്സ് ടു എക്സ്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അതായത് എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എപ്പോൾ തുല്യമാവുന്നോ അപ്പോൾ x1 x2 തുല്യമാവും. അത് നമ്മൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. നമുക്ക് ഓപ്പോസിറ്റ് പറഞ്ഞു നോക്കാം. അതായത് ആക്ച്വലി വെൻ x1 നോട്ട് ഈക്വൽ ടു x2, അതായത് x1 x2 തുല്യമല്ലാതാകുമ്പോൾ, ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ 1-ഉം 2-ഉം തുല്യമല്ല. അങ്ങനെ തുല്യമല്ലാതാകുമ്പോൾ അതിൻ്റെ ഇമേജുകളും തുല്യമല്ലാതാവും. അതായത് ഇപ്പോൾ 1-ന് ഇപ്പോൾ 4 ആണ് ഇമേജ്, 2-ക്ക് 5 ആണ്. 1-ഉം 2-ഉം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇവിടെ 4-ഉം 5-ഉം ഡിഫറെൻ്റ് ആണ്. അത്രേ ഉള്ളൂ. കൂടുതൽ തലമുറ ഞാൻ ആലോചിക്കുന്നു വേണ്ട. ഇവിടെ കണ്ടില്ലേ, ഓരോ ഇമേജിനും സിംഗിൾ ആരോ മാത്രമേ അതിന് പോയിന്റ് ചെയ്യുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ many-1 പറയുന്നത് many-1 എങ്ങനെ വെച്ചാൽ ഒരു ഇമേജിന് 2 പ്രീ ഇമേജ് ഉണ്ടാവും. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഇമേജ് സെറ്റിലെ y ആക്സിലെ സെറ്റ് എടുത്താൽ 4-ൽ എടുത്താൽ ഈ 4-ലേക്ക് 2 ആരോ വരുന്നുണ്ട്. അതായത് ഇത് many-1 ഫംഗ്ഷൻ ആണെന്നാണ്. കണ്ടോ, ആരോ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മറ്റേത് പറഞ്ഞല്ലോ, x1 നോട്ട് ഈക്വൽ ടു x2 ആണെങ്കിൽ എഫ് ഓഫ് x2ന് തുല്യമാവില്ല. ഇതപ്പോൾ എങ്ങനെയാണ്, x1 നോട്ട് ഈക്വൽ ടു x2 ആണ്. അതായത് രണ്ടും വ്യത്യസ്ത പ്രീ ഇമേജുകളാണ്, പക്ഷേ അതിൻ്റെ ഇമേജ് 4 അത് തുല്യമാണ്. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ അത് 1-1 കഴിഞ്ഞ് many-1. അത് ഞാൻ പറഞ്ഞു many-1, അതായത് മെനി ഒന്നിൽ കൂടുതലുണ്ട്, മെനി ഇൻറ്റു 1. ഇനി അവൾക്ക് 3-ഉം ആണെങ്കിൽ 4-ലേക്ക് കൊടുത്താൽ അത് many-1 തന്നെയാണ്. അപ്പോൾ many-1-ഉം 1-1 നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി അടുത്തത് on-to ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇവിടെ റേഞ്ച് സെറ്റിൻ്റെ ആ ഒരു ഇതിൽ റേഞ്ച് സെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുക. റേഞ്ച് സെറ്റിൻ്റെ ഭാഗത്ത് നോക്കുക പറഞ്ഞാൽ റേഞ്ച് സെറ്റിലുള്ള എല്ലാ എലമെൻറ്റിനും നമുക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അതായത് ഇതിലെല്ലാ എലമെൻറ്റും ഇവിടെ ഉപയോഗിച്ചു, എല്ലാ എലമെൻറ്റിലേക്കും ഒരു ആരോയെങ്കിലും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ on-to എന്ന് പറയും. ഇനി എല്ലാ എലമെൻറ്റിലും ആരോ ഇല്ലെങ്കിൽ അതിനെ into എന്ന് പറയും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ എടുത്താൽ ഇതിൽ 8-ലേക്ക് ആരോ ഇല്ല, അപ്പോൾ അത് into ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിന് പ്രീ ഇമേജ് ഇല്ല. ഇതിന് 2 ആരോ ഉള്ളത് 7th-ലേക്കാണ്. അപ്പോൾ 2 ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ആരോ വരിക എന്ന് പറഞ്ഞാൽ ഇത് many-1 ഫംഗ്ഷനാണ്. many-1-ഉം ഇത് into ആണ്. അപ്പോൾ അത് 2ആയി ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് 1-1 ഉണ്ട്, 1-1-ൽ on-to into ഉണ്ടാവും, many-1-ലും on-to into ഉണ്ടാവും. ഇത് many-1-ലെ into ഫംഗ്ഷനാണ്. ഇത് 1-1-ലെ on-to ഫംഗ്ഷനാണ്. ഇനി 1-1-ലും into നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു എലമെന്റ് കൂടി കൂടി. ഇപ്പോൾ ഇതിൽ ഒരു 10 എന്നോ അല്ലെങ്കിൽ 8 എന്നൊരു എലമെന്റ് ഉണ്ട്. ആ 8 എലമെന്റ് നമുക്ക് 7-ലേക്കോ അല്ലെങ്കിൽ 8-ലേക്കോ പോയാൽ അത് many-1 on-to ഫംഗ്ഷനാണ്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് വെച്ചാൽ ഈ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടൊരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ റിലേഷനിൽ കണ്ട പോലെ നമ്മൾ ഇക്വലൻസ് റിലേഷൻ പറഞ്ഞല്ലോ. ഇക്വലൻസ് റിലേഷൻ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷനിലുള്ളതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ.
ഇപ്പോൾ ഞാൻ പറഞ്ഞു 1 ആൻഡ് ഓൺ ടു. ഈ 1 ഓൺ ടുവിനും വേറെ രണ്ട് പേരും കൂടി ഉണ്ട്. 1 ഫംഗ്ഷൻ അഥവാ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നും ഈ ഫംഗ്ഷൻ അറിയപ്പെടും. പിന്നെ ഓൺ ടു അഥവാ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നും ഈ ഫംഗ്ഷന് പേരുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻ ടു മെനി വൺ, അതായത് ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ്, then the function will be bijective. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ചാപ്റ്ററിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ബൈജക്റ്റീവ് ആണോ അല്ലേന്ന് കണ്ടുപിടിക്കാം. അത് ബൈജക്റ്റീവ് ആണോ അല്ലേന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ റിലേഷനിൽ ചെയ്ത പോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ എലമെൻറ്റിനും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, അത് തെറ്റുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് എഴുതിയാൽ മതി. ഇപ്പോൾ 1 ആണെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ തുടങ്ങാം. f(x1) = f(x2). ഇപ്പോൾ x = f(x) = x² എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. f(x) = x² എന്നാണ് നമ്മുടെ ഇക്വേഷൻ വിചാരിച്ചോളൂ. പക്ഷേ നമുക്ക് f(x1) കൊടുക്കുമ്പോൾ x1² വരും, f(x2) എന്ന് പറഞ്ഞാൽ x2² വരും. നമ്മൾ വിചാരിക്കുകയാണ് x1ഉം x2ഉം f(x1ഉം f(x2ഉം ഈക്വൽ ആണ്. ഈക്വൽ എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? x1ന്റെ സ്ക്വയറും ഈസ് ഈക്വൽ ടു x2ന്റെ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ f(x) = x² എന്നാണ്. അതിന് നമ്മൾ x1 x2 കൊടുക്കുമ്പോൾ x1² = x2². അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും റൂട്ട് എടുക്കുമ്പോൾ x1 = x2. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇത് നമ്മൾ ആണെന്ന് വിചാരിച്ചാൽ ഈ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടിയാൽ അത് 1 ആണ്. അതേപോലെ തന്നെ മെനി 1 അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അത് മെനി 1 ആണ്. ഇനി എല്ലാത്തിനും y = നമ്മൾ f(x) = എന്തെങ്കിലും ഒരു ഇക്വേഷൻ അല്ലേ, അതിന് പകരം x = y എന്നുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാനാണെങ്കിൽ അത് ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോട്ട്ബുക്കിൽ ക്ലാസ്സിൽ ചെയ്ത് കുറേ എക്സാമ്പിൾ ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷനും വെക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് പുതിയ എക്സാമിൽ വന്ന പാറ്റേൺ ആണ് ഗ്രാഫ് വെച്ചിട്ട് ഫംഗ്ഷൻ ഓൺ ടു ആണോ മെനി 1 ആണോ 1 ആണോ ഒക്കെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതെങ്ങനെ നോക്കാം? സിമ്പിളാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. f(x) എന്ന് പറഞ്ഞാൽ അത് y ആക്സിസിലെ കോർഡിനേറ്റ് ആണ്. f(x) ദാറ്റ് ഈസ് y ആക്സിസിലെ കോർഡിനേറ്റ്. f(x) = y. അപ്പോൾ f(x) y ആക്സിസിലെ കോർഡിനേറ്റ് ആണ്. അതിൻ്റെ ഉള്ളിലെ x അത് x ആക്സിസിലെ കോർഡിനേറ്റ് ആണ്. അത്രമാത്രം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഗ്രാഫ് അടിയിൽ തന്നെ ഗ്രാഫൊക്കെ നോക്കാം. അപ്പോൾ നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത എക്സുകൾക്ക് വ്യത്യസ്ത y, വ്യത്യസ്ത f(x). അപ്പോൾ ഈ ഫംഗ്ഷൻ, ഈ താഴെ തന്ന ഫംഗ്ഷൻ, ഇതിൽ ഓരോ പോയിന്റ് ഓരോ എക്സുകളാണ്. അപ്പോൾ ഓരോ എക്സിനും ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഈ ഒരു പോയിന്റിലുള്ള എക്സിൻ്റെ y എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ഇത് വരും. അങ്ങനെ അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ അടുത്ത പോയിന്റിലുള്ള എക്സ് ഇതാണെങ്കിൽ y ഈ ഒരു പോയിന്റ് വരും. അങ്ങനെ വേറെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ വേറെ y വരും. അപ്പോൾ എല്ലാ എക്സിലെ എല്ലാ പോയിന്റ്സിനും വൈയിൽ വേറെ വേറെ പോയിന്റ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, y = x എന്നുള്ള ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. ഇത് നമുക്ക് മനസ്സിലാവും എല്ലാ എക്സിനും വ്യത്യസ്ത y പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് 1 ആണ്. ഇനി നമുക്ക് ഇൻറ്റു അല്ല മെനി 1 നോക്കാം. മെനി 1 വ്യത്യസ്ത എക്സുകൾക്ക് ഒരേ y വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റിൽ 3 x1 x2 x3 എന്നുള്ള 3 പോയിന്റ് എടുത്തു. 3 പോയിന്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാലും y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞാൽ ഇതാണ് ഈ f(x). ഈ സിംഗിൾ പോയിന്റ് ആണ്. പക്ഷേ നമുക്കറിയാം x1 ≠ x2 ≠ x, അതായത് 3 എക്സുകളും വേറെ വേറെ എക്സുകളാണ്. പക്ഷേ അവരുടെ y കോർഡിനേറ്റ് നമ്മൾ ഗ്രാഫിൽ നോക്കുമ്പോൾ ഒരൊറ്റ സിംഗിൾ y കോർഡിനേറ്റ് ആണ് വരുന്നത്. അതിനർത്ഥം അതായത് 3 എക്സ് എന്നുള്ള 3 പോയിന്റ് ആരോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 3 എക്സ് എന്നുള്ള 3 പോയിന്റും ഒരൊറ്റ പോയിന്റിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ഒരൊറ്റ y കോർഡിനേറ്റിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെനി 1. നമുക്ക് ഓൺ ടു ഇൻടു നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു എല്ലാ വൈകൾക്കും അതിൻ്റെതായിട്ടൊരു എക്സ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ നോക്കാം. ഇത് tan x-ന്റെ ഫംഗ്ഷനാണ്. tan x ലിമിറ്റ് ചെയ്തു നമ്മൾ π/2 -π/2ക്ക് ലിമിറ്റ് ചെയ്തു. ഇത് നോക്കുമ്പോൾ y കോർഡിനേറ്റിലുള്ള എല്ലാ പോയിന്റും ഇവിടെ ഒരു y കോർഡിനേറ്റ് എടുത്താലും ഇവിടെ ഒരു y കോർഡിനേറ്റ് എടുത്താലും ഇവിടെ ഒരു y കോർഡിനേറ്റ് എടുത്താലും നമുക്ക് ഇതിനൊരു എക്സ് പോയിന്റ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു y ആണെങ്കിൽ അതിന് പറ്റിയ എക്സ് കോർഡിനേറ്റ് ആണ് ഈ പോയിന്റിൽ കാണുന്ന ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലം. അങ്ങനെ പോലെ ഇവിടെ എടുത്താലും ഈ എക്സ് ഈ y കണ്ടു. അങ്ങനെ എല്ലാ വൈകൾക്കും ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ ഓൺ ടു ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മുടെ y ആക്സിസിലെ എല്ലാ സ്ഥലത്തു കൂടിയും പോകുന്നുണ്ടാവും. ഒന്നെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ വൈയിലെ എല്ലാ ഫംഗ്ഷനിലൂടെയും പോകുന്നുണ്ടാവും, എല്ലാ പോയിന്റ്സിലൂടെയും പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻടു കൂടി നോക്കുമ്പോൾ മനസ്സിലാവും. ഇൻടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ f(x) = x² എന്നുള്ള ഗ്രാഫാണിത്.
ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം y എന്നുള്ളതിന്റെ മോൾ ഭാഗത്ത് കൂടെ മാത്രമേ ഈ ഗ്രാഫിന്റെ ലൈന് പാസ് ചെയ്യുന്നുള്ളൂ. ഈ അടിയിലുള്ള ഈ വൈകൾക്കൊന്നും നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രീമേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് -1 -2 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും നമുക്ക് പ്രീമേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം f(x) = x². ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) y ആണെന്ന് അറിയാലോ. അപ്പോൾ y = x² നമ്മൾ എഴുതാം. എന്നാൽ നമ്മൾ രണ്ട് സൈഡിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാൻ ഈസിയാണ്. രണ്ട് സൈഡിൽ റൂട്ട് എടുത്താൽ മതി. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് x = √y എന്നുള്ള പോയിന്റ് കിട്ടും. അപ്പോൾ √y ഏത് പോയിന്റ് എടുത്താലും അതിന്റെ എക്സ് y എന്നുള്ള സെറ്റിൽ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ എക്സ് കണ്ടുപിടിക്കാൻ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. ഈ y പോയിന്റിനെ റൂട്ട് എടുത്താൽ മതി. പക്ഷെ നമുക്കറിയാം ഇത് റിയൽ ഫംഗ്ഷൻ, ഇത് റിയൽ സെറ്റിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു y പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു y പോയിന്റ് നമുക്ക് -3 ആണെന്ന് വിചാരിച്ചാൽ y -3. അപ്പോൾ അതിന്റെ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? √-3. √-3 നിങ്ങൾക്കറിയാം കോംപ്ലക്സ് നമ്പറെ വരെ, അത് റിയൽ സെറ്റിലുള്ള നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വാല്യൂ ഇങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇക്വേഷൻ വെച്ച് പ്രൂവ് ചെയ്യുമ്പോൾ വളരെ വാസ്റ്റായി ചിന്തിക്കേണ്ടി വരും. പക്ഷെ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ആണല്ലോ y ആക്സിസിന്റെ ഇതിൽ കൂടെ ഒന്നും കർവ് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇൻടു ഫംഗ്ഷനാണ്. ഇനി നമ്മൾ ഫംഗ്ഷനിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് പറഞ്ഞാൽ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനെ ഒന്ന് ചേർക്കാം. സിംപിളി നമുക്ക് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ രണ്ട് ഫംഗ്ഷനെ ഒന്ന് ചേർക്കാം. ഇതൊരു ഫംഗ്ഷനാണ്, നമുക്ക് f(x) എന്ന് വിളിക്കാം. ഇത് വേറെ ഫംഗ്ഷനാണ് g(x). ഈ f(x)നെയും g(x)നെയും പഠിച്ചിട്ട് ഒന്നെങ്കിൽ f(x) പുറത്ത് g(x) ഉള്ളിൽ, അല്ലെങ്കിൽ g(x) പുറത്ത് f(x) ഉള്ളിൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കോമ്പോസിഷൻ. അത്ര ആലോചിച്ചാൽ മതി. അത് ഇക്വേഷൻ നോക്കുമ്പോൾ ഇക്വേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ടഫാണ്. നമുക്ക് ആരോ ഡയഗ്രം വെച്ച് നോക്കാം. ആരോ ഡയഗ്രം വെച്ച് നോക്കുമ്പോൾ അതാണ് f(x) എന്നുള്ള ഫംഗ്ഷൻ a-ന്ന് b-യിലേക്ക്, g(x) എന്നുള്ള ഫംഗ്ഷൻ b-ന്ന് c-യിലേക്ക്. അപ്പോൾ f(g) എന്ന് പറഞ്ഞാൽ f ആണ് പുറത്ത്, g ഉള്ളിലാണ്. g ഉള്ളിലാണ്, f പുറത്താണ് കേട്ടോ. അപ്പോൾ f-ൽ നിന്ന് g-യിലേക്ക്, f എവിടെ നിന്ന് തുടങ്ങിയത്? a-യിൽ, g എവിടെ അവസാനിച്ച c-യിൽ. അപ്പോൾ f(g) a-ന്ന് c-യിലേക്കുള്ള ഫംഗ്ഷനാണ്. അവിടെ നിന്ന് a-യിൽ തുടങ്ങി f(x) കാരണം a1 എന്നുള്ളത് b-യിലേക്ക് എത്തി. ഇത് g(x)ൽ b എങ്ങനെ വെച്ചാൽ x-ലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പോലെ ഇവിടുന്ന് നേരെ ഇതിലേക്ക് ചാടാം. അതാണ് കോമ്പോസിഷൻ. അപ്പോൾ നമ്മൾ കോമ്പോസിഷൻ മാത്രം വരയ്ക്കുകയാണെങ്കിൽ അടിയത്തെ പോലെ 1-ന്ന് നേരെ x-ലേക്ക് വരും, 2-ന്ന് y-ലേക്ക് വരും, 3-ന്നും y-ലേക്ക് വരും. കണ്ടു, ഇത് രണ്ടും y-ലേക്കാണ് പോകുന്നത്. സെറ്റിന് ഇവിടെ പ്രീമേജ് ഇല്ല. അപ്പോൾ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ f(g) ഞാൻ പറഞ്ഞു, f(g) എന്ന് പറഞ്ഞാൽ f പുറത്ത് അതിൻ്റെ ഉള്ളിൽ g(f) എന്ന് പറഞ്ഞാൽ g പുറത്ത് ഉള്ളിൽ f. അപ്പോൾ ആദ്യം നമ്മളൊരു ഇത് സോൾവ് ചെയ്യുക എങ്ങനെ വെച്ചാൽ ഉള്ളിലുള്ള ഫംഗ്ഷൻ ആദ്യം സോൾവ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ഉത്തരം നമ്മൾ പുറത്തത്തെ ഫംഗ്ഷനിൽ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ f(g)(x) എന്ന് വെച്ചാൽ f(g)(x) ആദ്യം x g-ൻ്റെ ഒപ്പം അല്ലേ, ആദ്യം x g-ൻ്റെ ഒപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ g(x) എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യണം. g(x) സോൾവ് ചെയ്തതിന് ശേഷമാണ് f(x) ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിലൊക്കെ f(g)യും g(f)ഉം കാണാനാണ് ക്വസ്റ്റ്യൻ വരിക. ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് കുട്ടികൾ കുറേ അറിയാത്തതുകൊണ്ട് തെറ്റിക്കല്ല, കൺഫ്യൂഷൻ കാരണം. ഇപ്പോൾ ഇത് പുറത്ത് വന്നു, ഇത് ചെയ്യുമ്പോൾ അത് അങ്ങനെയാണോ വരിക, അങ്ങനെ ഒരു പെട്ടെന്നൊരു ചെയ്യുമ്പോൾ കൺഫ്യൂഷനിലാണ് തെറ്റണത്. കൺഫ്യൂഷൻ തെറ്റാതിരിക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ആ ടിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, f(x) = x³ എന്നും g(x) = 8x എന്നും. ഇതിങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ f(g) g(x) എന്ന് സാധാരണ കമ്പൈൻ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരും. 8 മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂബ് ചെയ്യണോ, ക്യൂബ് 8 മൾട്ടിപ്ലൈ അങ്ങനെ വരും. അത് കൺഫ്യൂഷൻ ഒഴിവാക്കാം. നമുക്ക് f(g) കാണും. f(g) ആണോ, g ഉള്ളിൽ f പുറത്ത്. അപ്പോൾ g ഉള്ളിലാണെങ്കിൽ ആദ്യം നമ്മൾ g(x) ചെയ്യണം. g(x) എന്താ? g(x) ക്വസ്റ്റ്യനിൽ തന്നത് 8x ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതാം, g(x) = 8x. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ 8x ആണ് f(x)ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ 8x കൊടുക്കുന്നതിന് പകരം ഈ 8x വലിയൊരു x ആയിട്ട് കൺസിഡർ ചെയ്യാം. വലിയൊരു x, ഇത് ചെറിയ x ആണ്. വലിയ x ആയിട്ട്, അതായത് 8x = വലിയ x ആണ് നമ്മൾ വിചാരിക്കുക. അത് നമ്മൾ വേണമെങ്കിൽ എഴുതി വെക്കാം, സൈഡിൽ എഴുതി വെക്കണം. അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ 8x = വലിയ x എന്ന്. എന്നിട്ട് നമുക്ക് അപ്പോൾ f വലിയ x ആവും. ഇനി നമ്മൾ f ചെറിയ x ആണ്. ഇവിടെ ഇത് f ചെറിയ x ആണ്. f ചെറിയ x എന്താണെന്ന് വെച്ചാൽ x³ ആണ്. അപ്പോൾ f വലിയ x വലിയ x³. അപ്പോൾ നേരെ നമ്മൾ f വലിയ x ചെയ്താൽ വലിയ x-ന് ഉത്തരം വലിയ x³ ആണ്. അപ്പോൾ നമുക്ക്
അറിയാം വലിയ എക്സ് എന്താണ് 8x ആണ്. അപ്പോൾ 8x ഇനി അതാണ് ചിന്തിക്കേണ്ടത്. ഇത് എഴുതുമ്പോൾ വലിയ എക്സ് എന്താണെങ്കിലും അത് ബ്രാക്കറ്റിലിടാം. വലിയ എക്സ് ഉത്തരം മാറ്റുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിലിടണം. ബ്രാക്കറ്റിലിടാൻ മറക്കരുത്. ബ്രാക്കറ്റിലിട്ടില്ലെങ്കിൽ തെറ്റും കേട്ടോ. വലിയ എക്സ് ഉത്തരം മാറ്റുമ്പോൾ വലിയ ബ്രാക്കറ്റ് ഇടണം. വലിയ എക്സ് വലിയ ആളല്ല, അപ്പോൾ വലിയൊരു ബ്രാക്കറ്റിൽ കൊണ്ടുപോയി ഇടാം. അപ്പോൾ ബ്രാക്കറ്റിൽ ഇടുമ്പോൾ ഇത് 8x ദി ഹോൾ ക്യൂബ് വരും. പിന്നെ ഇത് സോൾവ് ചെയ്യാം. ഇത് തന്നെ ഉത്തരമായിട്ട് ഇത് തന്നെ ഉത്തരമാണ്. ആ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഉത്തരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് 8³ x³ എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ തിരിച്ചും ചെയ്യാം. തിരിച്ചു ആലോചിക്കുമ്പോൾ g of f കാണും. g of f കാണുമ്പോൾ g പുറത്ത് f ഉള്ളിൽ. പിന്നെ നമ്മൾ അപ്പോൾ f(x) ആദ്യം എഴുതണം. f(x) എന്താണ് x³ ആണ്. ഇനി x³ നമ്മൾ എന്ത് ചെയ്തു? വലിയ x ആയിട്ട് കൺസിഡർ ചെയ്തു. വലിയ x ആയിട്ട് നമ്മൾ വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം g of ചെറിയ x എന്താ? g of ചെറിയ x ഇവിടെ ഉണ്ട് 8x ആണ്. g of ചെറിയ x 8 into ചെറിയ x ആണ്. അപ്പോൾ g of വലിയ x 8 into വലിയ x. എന്നിട്ട് ആ വലിയ എക്സിനെ പിടിച്ചിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ മാറ്റുന്നു. വലിയ x എന്താ? x³ ആണ്. നമ്മൾ മാറ്റിയണം. വലിയ x x³ ആണ്. ആ x³ അവിടെ എഴുതി. അപ്പോൾ 8 into x³ സാധനം കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ sin x ഉം x³ അത് നമ്മൾ എഴുതി. x³ എഴുതി. x³ വലിയ x ആയിട്ട് ചെയ്തു. അപ്പോൾ f(x) എന്താ? sin x ആണ്. f of ചെറിയ x sin ചെറിയ x ആണ്. f of വലിയ x sin വലിയ x ആണ്. അപ്പോൾ sin വലിയ x ബ്രാക്കറ്റിൽ ഇട്ട് എഴുതി. sin വലിയ x ആ x കൊടുക്കുമ്പോൾ x³ വരും. കഴിഞ്ഞു. ഇനി നമ്മൾ f of g കാണുമ്പോൾ f(x) ആദ്യം കാണാം. f(x) sin x ആണ്. sin x-നെ പിടിച്ച് വലിയ x ആക്കുന്നു. g of ചെറിയ x എന്താ? x³ ചെറിയ x-ന്റെ ക്യൂബാണ്. അപ്പോൾ g of വലിയ x വലിയ x-ന്റെ ക്യൂബ്. വലിയ x sin x ആണ്. ബ്രാക്കറ്റിലിട്ട് ക്യൂബ് ചെയ്യുന്നു. sin x ദി ഹോൾ ക്യൂബ് പറഞ്ഞാൽ sin³ x ആണ്. അത് എഴുതി. ഇനി അടുത്തത് ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷനും അതിൻ്റെ ഇത് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ കോമ്പോസിഷൻ എടുത്താൽ ഒരു ഫംഗ്ഷനും ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സും കൂടി കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറും എക്സ് കിട്ടും. ഇപ്പോൾ അതായത് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ f(x)ലേക്ക് കൊടുത്താൽ അത് വേറൊരു y എന്നുള്ളൊരു ഫോമിലേക്കാവും. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ എഫ് ഇൻവേഴ്സ് ആ വൈനെ പിടിച്ച് നേരെ ദിക്കാൻ തിരിച്ച്. അതെങ്ങനെയാണ്? ഇത് f(x) എന്ന് ബിയിലേക്കാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സ് ബിന്ന് എയിലേക്കാണ്. ഇതിനത് ഇങ്ങോട്ട് മാറ്റുന്നു, ഇതിനെ ഇങ്ങോട്ട് മാറ്റുന്നു. എന്താ കാര്യം? ഒരു കാര്യമല്ല. നേരെ ഇങ്ങനെ പിടിച്ച് ഇതിനെ ഇങ്ങനെ കിട്ടുന്നു. എക്സ് കൊടുത്ത സാധനം തന്നെ തിരിച്ച് കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നാണ്. അതിൻ്റെ ഈ മുകളിൽ ചെയ്ത g(x) പോലെ തന്നെയാണ് ചെയ്യുക. നമുക്ക് g(f)ഉം f(x)ഉം ചെയ്യുമ്പോൾ ഉത്തരം sin x³ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടുന്നതിന് പകരം വെറും x എന്നാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അത് അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനൊക്കെ വലിയ ക്വസ്റ്റ്യൻ ആവും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് വിട്ടുപോകാൻ ചാൻസ് വിടേണ്ട ആവശ്യമില്ല. ഫൈൻഡ് g of f f of g എന്ന് കണ്ടാൽ ഇനി എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യണം. ജസ്റ്റ് ആ ചെറിയ എക്സിനെ പിടിച്ച് വലിയ എക്സ് ആക്കുക. f of ചെറിയ എക്സിൻ്റെ ക്യൂബാണെങ്കിൽ f of വലിയ എക്സിൻ്റെ ക്യൂബാണ്. അത്ര ആലോചിച്ചാൽ ഇത് ബേസിക് മാത്സ് വെച്ചിട്ട് ചെയ്ത് തീർക്കാൻ നമുക്ക് എക്സ് കിട്ടും. അതേപോലെ തന്നെ വൈ കിട്ടും. ഇതിൻ്റെ PDF നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഇനി അതേപോലെ തന്നെയാണ് ഇനി കുറച്ച് നോട്ട്സ് ഒരു ടിപ്സ്. ഇത് വൺ വേർഡായി ചോദിക്കാവുന്ന ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവൽ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൺ വേർഡ് വെച്ചാൽ നമ്മുടെ തിയറി ബേസ്ഡ് കുറേ ഡിസ്ക്രിപ്റ്റീവും പ്രൂവിങ്ങും ഒന്നും വരില്ല. അതായത് f of g അല്ലെങ്കിൽ g of f 1 ആണെങ്കിൽ g(f)(1 ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ അതായത് g of f ഉള്ളിലുള്ള ഫംഗ്ഷൻ ഇതാണ് സെക്കൻഡ്. അതായത് എഴുതുമ്പോൾ g(f) എന്നല്ലേ. അപ്പോൾ f ആണ് രണ്ടാമത്തേത്. രണ്ടാമത്തെ ഫംഗ്ഷൻ 1 ആവും. g of 1 ആണെങ്കിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ 1 ആവും. അപ്പോൾ f of g 1 ആണെങ്കിൽ f of g രണ്ടാമത്തെ ഫംഗ്ഷൻ g ആണ്. അത് g of x 1 ആവും. അപ്പോൾ അതെങ്ങനെ ഓർത്തേക്ക്. അതേപോലെ തന്നെ on2 ഉണ്ട്. അതാണ് പ്രശ്നം. on2 ആകുമ്പോൾ g(f) on2 ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള g ആണ് on2. g of x on2 ആണ്. f of g on2 ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള f ആണ് on2. അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് വയ്ക്കുന്ന ട്രിക്ക് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആലോചിച്ചൊക്കെ ചിരി വരും. g(f) 1 ആണെങ്കിൽ 1 ആണല്ലോ. 1 അല്ലെങ്കിൽ ഫസ്റ്റ് 1 അല്ല സെക്കൻഡ് ഫംഗ്ഷൻ ആണ് 1. അതേപോലെ തന്നെ g(f) on2 ആണെങ്കിൽ സെക്കൻഡ് ഫംഗ്ഷൻ അല്ല ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് 1. മനസ്സിലായോ? അതായത് g(f) 1 ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ അല്ല സെക്കൻഡ് ഫംഗ്ഷൻ ആണ് 1. g(f) on2 ആണെങ്കിൽ 2 അല്ല ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് on2. ജസ്റ്റ് നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് കേട്ട് നോക്കൂ. അത് ഈസിയാണ്. ഇനി ഞാൻ പറഞ്ഞു ഇൻവേഴ്സ് എന്താണെന്ന്. ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആണ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇനി അടുത്ത കുറച്ച് ഇൻവേഴ്സ് കാണാനാണ്. ഇൻവേഴ്സ് കാണാനാണോ അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ്. നമ്മളൊരു എഴുതിയെടുക്കണം. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതായത് ഇൻവേഴ്സ് കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് 1 on2 ആയിരിക്കണം.
അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ എന്താണെന്ന് അറിയാലോ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ ഫംഗ്ഷൻ A to B ആണെങ്കിൽ A എന്നുള്ള എല്ലാ സെറ്റിലെ എല്ലാ എലമെന്റിനും B എന്നുള്ളൊരു സെറ്റില് വ്യത്യസ്ത B എന്നുള്ള സെറ്റിൽ ഒരു ഇമേജ് വേണം, ഒരു സിംഗിൾ ഇമേജ് വേണം. അത് എയിലെ എല്ലാ എലമെന്റിനും ബിയിൽ ഒരു സിംഗിൾ ഇമേജ് വേണം. അല്ല എന് 2 ഇമേജ് വരാൻ പറ്റില്ല, സിംഗിൾ ഇമേജ്. അപ്പോൾ നമ്മൾ മെനി1 ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ മെനി1 ഇവിടുന്ന് നോക്കുമ്പോൾ ഓക്കെ ഫംഗ്ഷൻ ആണ്, ഇവിടുന്ന് ഓരോന്നിനും ഓരോ ഇതുള്ളൂ, ഓരോ ഇമേജ് ഉള്ളൂ. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഇമേജിന് ഒരു ഡൊമൈനിന് എന്താണ് ഇങ്ങോട്ട് വരുമ്പോൾ 2 ആരോ വരും. അത് നമുക്ക് ഇവിടുന്ന് മുകളിൽ നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഫംഗ്ഷനിൽ ഇങ്ങോട്ട് നോക്കാം, ഇൻവേഴ്സ് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇൻവേഴ്സ് ഇവിടെ നോക്കുമ്പോൾ 7 എന്നുള്ള ഡൊമൈനത്തെ ഈ ഒരു എക്കത്തിന് ഇവിടെ 2 ഇമേജ് ഉണ്ട്. അപ്പോൾ അത് ഫംഗ്ഷനേ അല്ല. അതുകൊണ്ടാണ് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻ വരിക, ഫൈൻഡ് ദ ഗിവൺ g of x ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ വരും, f of x ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ തരും. ഈ എന്താണ് എഫ് ഓഫ് എക്സ് ഇൻവേർട്ടിബിൾ എന്ന് ചോദിക്കും. എഫ് ഓഫ് എക്സ് ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളതിന്റെ ഉത്തരം നമ്മൾ എഴുതേണ്ടത് എഫ് ഓഫ് എക്സ് ബൈജക്റ്റീവ് ആണോ അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബൈജക്റ്റീവ് ആണെങ്കിൽ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ഇക്വേഷൻ വെച്ച്, അതായത് എഫ് ഓഫ് x1 1 ആണ്, എഫ് ഓഫ് x1 ഈക്വൽ ടു x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു x2 ഞാൻ പറഞ്ഞല്ലോ എന്ന് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എഴുതാവും നല്ലത്. അങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട നമുക്കൊരു ഷോർട്ട് കട്ടാണ് ക്ലിയർലി the function is bijective. അത് വെറുതെ we know that നമ്മൾ എഴുതുമല്ലോ, we know that, I know that എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ we know that അല്ല, they know that the function is bijective. അവർക്കറിയാം, ക്വസ്റ്റ്യൻ്റെ സാർമാർക്ക് അറിയാം ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. അപ്പോൾ കഷ്ടിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. ശരിക്കും അത് ഇക്വേഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് തന്നു g of x ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നു, അല്ലെങ്കിൽ f of x ഒരു സിംഗിൾ ഫംഗ്ഷൻ തന്നു വെക്കാം. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിംഗിൾ ഫംഗ്ഷനാണ് തന്നത്, എഫ് ഓഫ് വൈ ഈക്വൽ ടു n സ്ക്വയർ സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. അപ്പോൾ എഫ് ഓഫ് n ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് തന്നാലും മതി, ഇവിടെ എഫ് ഓഫ് n ഈക്വൽ ടു n സ്ക്വയർ എന്ന് തന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്ന ഫംഗ്ഷൻ. ഇത് ഇൻവേർട്ടിബിൾ ആണോ, അല്ലെങ്കിൽ എന്നിട്ട് ഇതിന് ഇൻവേഴ്സ് എന്താ? ഇത് ഇൻവേർട്ടിബിൾ ആണ് പ്രൂവ് ചെയ്യാൻ 1 ആണ് പ്രൂവ് ചെയ്യണം, ഓൺ ടു ആണ് പ്രൂവ് ചെയ്യണം. ആ 1 ആണ് ഓൺ ടു ആണ് ഞാൻ പ്രൂവ് ചെയ്തിരുന്നു. അത് ഞാൻ ഒരു വട്ടം പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെ ഇൻവേഴ്സ് കാണാൻ ഇൻവേഴ്സ് കാണാൻ നമ്മൾ ചെയ്താൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തന്ന ക്വസ്റ്റ്യൻ ചെയ്താൽ ഇനി എഫ് ഓഫ് എക്സിന് പകരം വൈ ഈക്വൽ ടു ഇതാക്കുക, എഫ് ഓഫ് എക്സിന് പകരം വൈ എന്ന് എഴുതുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ അത് സോൾവ് ചെയ്തിട്ട് ഇപ്പുറത്ത് ഇതിപ്പോൾ n ആയതുകൊണ്ടാണ് ഇവിടെ n വരുന്നത്, ഇവിടെ എക്സ് ആയിരിക്കും, അധികം എക്സ് ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ ആയിട്ട് വരും. എക്സ് ഈക്വൽ ടു ഇവിടെ എന്നാണ് n ഈക്വൽ ടു, ഇവിടെ n ഈക്വൽ ടു റൂട്ട് വൈ എന്നൊരു ഇക്വേഷൻ വന്നു. ഈ n ഈക്വൽ ടു റൂട്ട് വൈ എന്നുള്ളത് ആ n അവിടെ ജി ഓഫ് എക്സ് കൊടുക്കുക. ഇവിടെ y എന്നുള്ളത് ആ ജി ഓഫ് എക്സ് ആണല്ലോ, അപ്പോൾ എക്സ് എന്നുള്ള ഇവിടെ y എന്നുള്ളത് എക്സ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ജി ഓഫ് n ഇവിടെ എക്സിന് പകരം n ആണ്, അപ്പോൾ നമ്മൾ ജി ഓഫ് n ഈക്വൽ ടു റൂട്ട് ഓഫ് n എഴുതാം. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ കോമ്പോസിഷൻ എടുക്കുക. ഞാൻ പറഞ്ഞു ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ കോമ്പോസിഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം അത് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മിനിമം ഇവിടെ n ആയതുകൊണ്ട് n ആണ്. അപ്പോൾ നമ്മൾ കോമ്പോസിഷൻ എടുത്ത് നോക്കുക, നമ്മുടെ വലിയ എക്സ് ചെറിയ എക്സ് ഉണ്ടല്ലോ അതേ വെച്ചിട്ട് കോമ്പോസിഷൻ എടുത്ത് നോക്കുക. അവിടെ നോക്കുമ്പോൾ n കിട്ടും. ഹെൻസ് the g of x is f of x is invertible and the inverse of the function is ഈ നമ്മൾ കണ്ടുപിടിച്ച g of x ഉണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, ആദ്യം തന്ന ക്വസ്റ്റ്യൻ എഴുതുക. തന്ന ക്വസ്റ്റ്യൻ നമ്മൾ എഫ് ഓഫ് എക്സിന് പകരം വൈ ഈക്വൽ ടു എന്ന് എഴുതുക. എന്നിട്ട് അവിടെ എക്സ് എന്നാവും, അത് സോൾവ് ചെയ്ത് വന്നിട്ട് എക്സ്, അപ്പോൾ അതായത് എക്സിൻ്റെ അവിടെ കുറേ നമ്പർ എക്സ് പ്ലസ് 3x ബൈ 4 എന്നൊക്കെ ആണെങ്കിൽ ബൈ 4 കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് എക്സ് പ്ലസ് 3 എന്നുള്ള ഇങ്ങോട്ട് മൈനസ് എക്സ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ആക്കുക. ആ എക്സിന് നമ്മൾ ജി ഓഫ് എക്സ് എന്ന് വിളിക്കുക, ഇവിടെ വൈ ഒക്കെ മാറ്റിയിട്ട് എക്സ് എന്നാക്കുക. അപ്പോൾ അത് നമുക്കൊരു ജി ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ കിട്ടി. ആ ജി ഓഫ് എക്സ് ആണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ള ടോപ്പിക്ക് പാർട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബൈനറി ഓപ്പറേഷൻ കൂടെ ഉണ്ട്. ബൈനറി ഓപ്പറേഷൻ അടുത്ത പാർട്ടിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇത് വീഡിയോ ലെങ്തി ആവും, നിങ്ങൾക്ക് കാണാനും ബോറടിക്കും, ഇത് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ നമുക്കും പണിയായിരിക്കും. അതുകൊണ്ട് ഈ പാർട്ട് ഇവിടെ കഴിയുന്നു. ഇനി അടുത്ത പാർട്ട് കാണാം. അപ്പോൾ ശരി, ഇത് ഷെയർ ചെയ്യാം കേട്ടോ, എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാപ്റ്റർ അറിയുക, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കിയിട്ട് എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു തരും. എവിടുന്നായാലും ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.